ബ്രോ ഞാൻ മടുത്തു ബ്രോ ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ വേറെ എന്തെങ്കിലും ഇത് നോക്കാൻ പോവാണ്. ഭയങ്കര പ്രഷറും ഭയങ്കര സ്ട്രെസ്സൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പ്രഷറൊക്കെ ഫീൽ ചെയ്യാൻ എന്താണ് ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ മനസ്സങ്ങൾ മടുക്കുന്ന ഒരു ഫീൽ. കാര്യം മനസ്സിലായി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് സെൽഫ് കമ്പയറിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സ് പോലെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്. ചിലപ്പോൾ ഈ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന ആളെ സംബന്ധിച്ച് അവർ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് കുറഞ്ഞ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏജ് കുറഞ്ഞ ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, പക്ഷെ എന്നെ കൊണ്ടൊന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് വരാറുണ്ട് അല്ലേ. ഒന്നുമില്ല, ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും നമുക്ക് തോന്നും. അതൊരു നെഗറ്റീവ് എനർജിയാണ്, അതൊരു നെഗറ്റീവ് തോട്ടാണ്. ഇതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ ഒരു നെഗറ്റീവ് തോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്യുമ്പോൾ അവിടെ റിസൾട്ട് വരത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്കൊരു സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷറൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ മെന്റേഴ്സ് പലരും പറയാറുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഇത് 5cc അച്ചീവ് ചെയ്യണം, 10cc അച്ചീവ് ചെയ്യണം, ഈ ക്ലബ്ബിൽ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഇതൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതും നിങ്ങളൊരു പ്രഷറായിട്ട് നിങ്ങൾ കണക്കാക്കും. അങ്ങനെ പ്രഷറായിട്ടൊന്നും കണക്കാക്കാനില്ല. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരത് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ അച്ചീവ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തല പോകുന്ന കേസൊന്നും അല്ല ഇവിടെ, മനസ്സിലായി. അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് അത്രത്തോളം നേട്ടമുണ്ട്, അച്ചീവ് ചെയ്തില്ലെങ്കിൽ അത്ര നേട്ടം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്നും വലിയ ടെൻഷനായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ. കാരണം നമുക്ക് ഇവിടെ വലിയ തരത്തിലുള്ള എക്സ്പെൻസ് വേറെ വരുന്നില്ലല്ലോ. നമുക്ക് മാസം ഇത്ര എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ, ഒരു തരത്തിലുള്ള എക്സ്പെൻസ് ഇല്ല ഇവിടെ. 100 രൂപ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 100 രൂപ നമ്മുടെ പോക്കറ്റിൽ തന്നെ അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് വലിയ തരത്തിലുള്ള ഈ പറയുന്ന പ്രഷറൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ തന്നെ വിചാരിച്ചാൽ മാറുന്ന കാര്യങ്ങളേ ഉള്ളൂ, മനസ്സിലായില്ലേ. ഇത്രേ ഉള്ളൂ.